ജീവികളോടുള്ള പെരുമാറ്റം പോലുള്ളതായ ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരു വല്ലാത്ത കൂച്ചുവിലങ്ങാണ് ആ കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും, ഞങ്ങളെ കാണാൻ വന്ന ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തേടിയതിന് ശേഷമേ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് എനിക്കറിയാൻ മേല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയായിട്ട് അങ്ങനെ ആരും സംസാരിച്ചായിട്ട് എനിക്ക് ഒട്ടും അറിവില്ല. ചട്ടഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിഴ ഈടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യൂനത കണ്ടാൽ പോലും അതിനകത്ത് ഭീമമായ രീതിയിൽ പിഴ ഈടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും മുന്നോട്ട് പോകണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചില ചെറിയ പിഴകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്നാൽ അവിടെ പോലും നിങ്ങളുടെ മേൽ ഭീമമായ പിഴ ചുമത്തും എന്ന് പറയുന്ന ആ ഒരു പ്രവണത ആണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്തത്. അതിൻ്റെ അർത്ഥം സഭകളോ സമുദായങ്ങളോ ഒന്നും ദീനാനുഭവ പ്രവർത്തനങ്ങളൊന്നും അധികം ചെയ്യേണ്ട, അടങ്ങി ഒതുങ്ങി കയറി മൂലയിൽ കുത്തിയിരുന്നാൽ മതി എന്ന് പറയുന്ന ഇതിന്റെ മറ്റൊരു വെർഷനായിട്ട് കണ്ടാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെലുത്തി മതപരിവർത്തനം നടത്തുവാണെന്നെങ്കിൽ അതിന് കൃത്യമായും ചോദ്യം ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ട് ജനാധിപത്യത്തിൽ. ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇതുവരെ തുടർന്നു വന്ന ഒരു ശൈലിയിൽ നിന്ന് മറ്റൊരു ശൈലിയിലേക്ക് മാറണം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്താൻ നോക്കുമോ? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലൊരു ബിഷപ്പാണ് ഞാൻ. എനിക്ക് നല്ല അതുപോലെ അറിയാം. എൻ്റെ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ മറ്റു പല ഇടങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് അതെല്ലാം ഇനി തടയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സഭയിൽ നിന്ന് പോകുന്നതിനെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് ഉള്ള മാർഗങ്ങൾ കൂടി കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇടയാകണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്നേഹപൂർവ്വം പറയണം. ഇത് ഇന്ത്യയിലെ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു സഭയാണിത്. അതുകൊണ്ട് മതപരിധികൾ പറയുമ്പോൾ ഒരു മതത്തിലോട്ട് മാത്രം മാറുന്ന കഥ പറയാതെ തിരിച്ചുള്ള കഥകൾ കൂടി പറയണം. ബൈ ഫോഴ്സിൽ എവിടെയെങ്കിലും അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആ കാര്യത്തിൽ സഭകളുടെ മുകളിലും സമുദായങ്ങളുടെ മേലും ഒക്കെ അനാവശ്യമായി കയറി ചെല്ലുന്നത് സുഖകരമല്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും മറ്റ് ക്രൈസ്തവ സഭകളോട് ആലോചിക്കേണ്ടതുണ്ട്. ഇത് ക്രൈസ്തവകളോടും മറ്റ് സമുദായങ്ങളോടൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. വെറുതെ കയറി ഏതെങ്കിലും ഒരു സമൂഹം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല. മറ്റുള്ളവരോട് ആലോചിച്ച് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ കത്തോലിക്ക സഭ അവരുടേതായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇൻഡിവിജ്വൽ ചർച്ചസ് അവരൊക്കെ അവരുടെ കാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ആലോചനകൾ നടത്തി കൃത്യമായി വേണ്ടത് ചെയ്യുന്നതായിരിക്കും. കോൺഗ്രസും CPM ഒക്കെ ഈ വിഷയം ഉണ്ടായ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് RSS അജണ്ടയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നതാണ്. രണ്ടാം ഘട്ടം വീണ്ടും നിലപാട് എന്തൊരു ഉത്സാഹം, എന്തൊരു വേഗം, വ്യഗ്രത! അക്കൗണ്ട് വിവരങ്ങൾ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? എല്ലാം സുതാര്യമായി ഇരിക്കട്ടെ, അതല്ലേ എല്ലാവർക്കും നല്ലത്. ഓർത്തഡോക്സ് സഭയിൽ എന്ത് മിഷണറി പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്? ചുമ്മാ ചിരിപ്പിക്കരുതേ ദിയസ്കോറോസ് മിത്രാനെ. ഒസ്താത്തിയോസ് തിരുമേനിയുടെ കാലത്ത് കുറച്ചു കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ചുമ്മാ പ്രഹസനം മാത്രം. പാത്രിയർക്കീസുകാരൻ അടിച്ചിറക്കി വിട്ട പള്ളിക്കാരുണ്ട് ഇന്നും പെരുവഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നവർ. സ്വന്തം ഇടവക ജനങ്ങളെ സംരക്ഷിക്കാനോ മര്യാദയ്ക്ക് കേസ് നടത്താനോ ശ്രമിക്കാതെ അവിടെയോ അഡ്ജസ്റ്റ്മെന്റുകളുമായി നടക്കുന്ന ആമയും കരടിയും കുടനാടനും ദിയസ്കോറോസുമൊക്കെ യഥാർത്ഥത്തിൽ മലങ്കര വിശ്വാസികളെ പറ്റിക്കുകയും ചതിക്കുകയുമല്ലേ ചെയ്യുന്നത്? എന്ത് പ്രഹസനമാണ് ഇതിലൂടെ കാട്ടിക്കൂട്ടുന്നത്? സഭാ കേസുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സ്വന്തം പള്ളികളിൽ കയറാൻ സാധിക്കാതെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ച് ഈ പണത്തോടുള്ള ആർത്തിക്കാർ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ ആവേശം സ്വന്തം ഇടവക പള്ളികൾ സംരക്ഷിക്കാൻ വർഷങ്ങളായി കോടതിയിൽ കയറിയിറങ്ങുന്ന ആ സാധു ജനങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ടി വരുമായിരുന്നില്ല. പിന്നെ ഒരു കുഴലും കൊണ്ട് ഏതെങ്കിലും മാപ്ര അടുത്ത് ചെന്നാൽ അന്നേരം ചാടി വീഴും. മെത്രൻ എന്താ മയക്കുമാനിയുണ്ടോ? പഴയ ജോൺ പണിക്കർക്ക് ഈ തന്ത്രമൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട.
എന്ത് കണ്ടാലും ചാടി വീണോളും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ മെത്രാനെ പുച്ഛിക്കുവാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മലങ്കര വിശ്വാസികൾക്ക് നാണക്കേട് ഉണ്ടാക്കാതെ അടഞ്ഞു ഒതുങ്ങിക്കഴിഞ്ഞാൽ മെത്രാന് കൊള്ളാം.